നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന്. അപകടം നടന്ന സ്ഥലത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. പോലീസിന്റെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം വനം മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആ വിധത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പന്നിക്കണിയിൽ കുടുങ്ങി ഒരു വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ ആ മരണത്തിൽ വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് SP ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. ആ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് CPM തന്നെയാണ്. അതോടൊപ്പം മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ഈ വൈദ്യുതി കണിയിൽ കുടുങ്ങി വൈകുന്നേരം ഈ രാത്രിയോടുകൂടി ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ സ്ഥിരമായി ഇങ്ങനെ കെണി വെച്ച് പന്നിയെ പിടികൂടി അതിന്റെ ഇറച്ചി വിൽപ്പന നടത്തുന്ന ആ പ്രദേശത്തുള്ള വിനേഷ് എന്ന് പറയുന്ന ആളെയാണ് പിടികൂടിയത്. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം നടന്ന ഉടൻ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നടത്തുന്നത് ഒരു അപകടത്തെ അല്ലെങ്കിൽ ഒരു ദുരന്തത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല, ഒരു അവസരമായി കണ്ടുകൊണ്ടാണ് UDF ഇതിനെ കൈകാര്യം ചെയ്തതെന്നുള്ള ആരോപണമാണ് LDF CPIM ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ വളരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ആരോപണങ്ങൾ പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് പോലീസ് തയ്യാറാകുന്നത്. അതിന്റെ ഭാഗമായാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിട്ടുള്ളത്. ഓക്കെ, ശരി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേർന്നത്. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച കേസിൽ ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് വിഭാഗമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച്. ആ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഇപ്പോൾ അന്വേഷണം കൈമാറിയിരിക്കുന്നത്. അപകടം നടന്ന സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തുകയാണ്. നേരത്തെ വീട്ടുകാരെ സന്ദർശിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അനന്തുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനോടകം തന്നെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. സംസ്കാരം പൂർത്തിയായാൽ ഉടൻ തന്നെ പോലീസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് വീട്ടുകാരിൽ നിന്ന് അനന്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളിൽ നിന്നുൾപ്പെടെ, പ്രത്യേകിച്ച് നമ്മളോട് നേരത്തെ ബെൻസനോട് സംസാരിച്ച മനീഷിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ തേടുകയും ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ്.